സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പറമ്പയ്ക്കും കണ്ടില്ലേ, ഫുള്ള് കാട് പിടിച്ച് പുല്ല് അത്രയും വലുതായിട്ട് വളരെ മോശമായിട്ട് കിടക്കാണ്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. മഴയ്ക്കും പെയ്തിട്ട് പുല്ലൊക്കെ പെട്ടെന്ന് മുളച്ചു മന്തി. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മെഷീനൊക്കെ വെച്ചടിച്ചു. പക്ഷെ മെഷീൻ വെച്ചടിച്ചിട്ടും വലിയ കാര്യമായിട്ടൊന്നും പോകുന്നില്ല. ആ ഒരു 2 ആഴ്ച 3 ആഴ്ച നല്ല ഭംഗിയിലെടുക്കും, വീണ്ടും പുല്ലൊക്കെ അതുപോലെ തന്നെ മുളച്ചു പൊന്താണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ടൊരു മെഷീൻ നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ എന്തായാലും പെട്ടെന്ന് നടക്കണില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ രീതിയിൽ തന്നെ പുല്ല് ചെത്താനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ പറമ്പിലെ പുല്ല് മുഴുവൻ ചെത്തലാണ് ഇന്നത്തെ പരിപാടി. മുഴുവൻ ചെത്തിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ കുറേശ്ശായിട്ട് ഞാൻ ചെത്തും. അങ്ങനെ നമ്മുടെ പറമ്പിലെ പുല്ല് എല്ലാവരും കുറേശ്ശെ ചെത്താണെങ്കിൽ വലിയ സംഭവമൊന്നുമില്ല. ഇത് നമ്മളെ കാട് പിടിക്കുന്ന ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയാസം കൊടുക്കും. ഇതാകുമ്പോൾ കുറേശ്ശെ ചെത്തി നമുക്ക് സെറ്റാക്കാം. ഇവിടെ പുല്ല് ഒരു രക്ഷയില്ല. ചില സൈഡിലുള്ള പുല്ലൊക്കെ നമുക്ക് കളച്ചാലൊന്നും കിട്ടണില്ല. ഇപ്പം നമ്മുടെ തൂമ്പ കണ്ടില്ലേ, നമ്മുടെ തൂമ്പ എന്ന് പറയുന്നത് നമ്മുടെ തമിഴന്മാരുടെ തൂമ്പയുണ്ടല്ലോ. പണ്ട് തമിഴന്മാർ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പണിയെടുക്കുമ്പോൾ അവരുടെ ഒരു തൂമ്പുണ്ട്. ഇപ്പോൾ തന്നെ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു തൂമ്പയാണിത്. അപ്പം അതിന് അവർ ഇടുന്നത് മരത്തിൻ്റെ ഒരു പിടിയാണ്. അപ്പം ഞാൻ മരത്തിൻ്റെ പിടിയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടാനില്ല. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ചെമ്പൻ ആൻഡ് കറുപ്പൻ. ഇവന്മാരാണ് ഇപ്പം നമ്മുടെ അതിഥികൾ. ഇവന്മാർ ഫുൾ ടൈം നമ്മുടെ പറമ്പിലേക്ക് ഉണ്ടാവും. ഇവിടെ നമ്മുടെ പൂച്ചയൊന്നുമല്ല കേട്ടോ, നമ്മുടെ പുറത്തുനിന്ന് കിട്ടിയൊരു പൂച്ചയാണ്. അതായത് ഇവരെ തള്ളപ്പൂച്ച വന്നിട്ട് നമ്മുടെ വിറകുപരയിൽ പ്രസവിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള പൂച്ചകളൊക്കെയാണ്. ഇവന്മാർ എല്ലാ വീടുകളും, നമ്മുടെ അടുത്ത വർഷത്തുള്ള എല്ലാ വീടുകളും പോയി ഫുഡൊക്കെ അടിച്ചു വരും. എന്നാലും എവിടെ പോയാലും അവസാനം നമ്മുടെ പറമ്പിൽ ഇവന്മാർ എത്തും. നമ്മുടെ പറമ്പിൽ ഫുൾ ടൈം ഇവർ ഇവിടെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പറമ്പിൽ കളയ്ക്കുമ്പോൾ പുല്ല് എത്തുമ്പോഴേക്കും നമുക്കൊരു കൂട്ടായിട്ട് ഇവന്മാർ നമ്മുടെ കൂടെ ഇങ്ങനെ അടുത്തുണ്ടാവും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഭയങ്കര സ്നേഹമുള്ള പൂച്ചകളൊക്കെയാണ് കേട്ടോ. ഇരിക്കണ്ടില്ലേ, ഒരുത്തൻ ചെമ്പൻ, ഒരുത്തൻ കറുപ്പൻ. വേറൊരുത്തുണ്ടായിരുന്നു, അവൻ ചത്തുപോയി. അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ കൈക്കോട്ട്. അപ്പം ഞാനിത് ഇട്ടിരിക്കുന്നത് മരത്തിൻ്റെ ആ ഒരു വടി നമുക്ക് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ പൈപ്പ് തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പൈപ്പ് കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല, നമുക്കത് ആവശ്യാനുസരണം അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ആവശ്യാനുസരണം ഫിക്സ് ചെയ്ത് നമുക്ക് വെൽഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ പുല്ല് പറിക്കലപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പുല്ല് പറിക്കാനുള്ള വെയിറ്റ് കൂടുതലാണ്. കാരണം കുറച്ചും കൂടി വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് പുല്ലാണെങ്കിൽ തീരെ കട്ടി കുറഞ്ഞതും, ഇതാണെങ്കിൽ ഭയങ്കര വെയിറ്റും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞ ഒരു പൈപ്പ് കിട്ടില്ല. പക്ഷെ നമുക്ക് റെഡിമെയ്ഡ് ഇങ്ങനത്തെ കൈക്കൂട്ടുകൾ കടയിൽ നിന്ന് വാങ്ങും കേട്ടോ. അപ്പോൾ ഔറ്റങ്ങളല്ല, അങ്ങനെയുള്ള കൈക്കൂട്ടുകൾക്ക് കുറച്ച് വെയിറ്റ് കുറവാണ്. അപ്പോൾ പുല്ല് എത്താനൊക്കെ ആയിട്ട് അത് അടിപൊളിയാണ്. ഇതാകുമ്പോൾ നമുക്ക് വാഴക്കൊടി കുത്താനും മണ്ണ് വാരി എടുത്ത് എറിയാനൊക്കെ ആയിട്ട് ഈ കൈക്കൂട്ട് അടിപൊളിയാണ്. അപ്പം നമ്മുടെ പുല്ലുചത്തിൽ ഭംഗിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ പുല്ലുണ്ട്, നിങ്ങൾ കാണാനല്ലേ. നമ്മുടെ പറമ്പിൽ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. എല്ലാവരും ഇല്ല, കുറേ സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് നല്ല രീതിയിൽ തന്നെ പുല്ല് കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെത്തി കളയുക. അപ്പം നമ്മൾ ഇതേപോലെ ചെത്തുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടും. അപ്പം നമ്മളവിടെ ഒരു ചെടി വെച്ച് കൊടുക്കുക. നമ്മുടെ ടീംസ് ഇവിടെ വീണ്ടും വന്ന് കിടപ്പുണ്ട്. അവർ നമ്മുടെ പടുതാക്കുളത്തിൻ്റെ മേലെ വിരിച്ചിരുന്ന ഷീറ്റാണ് കേട്ടോ. എന്തൊരു സൗണ്ട് കേട്ടു, മീൻകാരൻ്റെ സൗണ്ട് മാറി കേട്ടിട്ടുണ്ട് കേട്ടോ. പട്ടച്ചു സൗണ്ട് കേട്ടു, മീൻകാരൻ്റെ സൗണ്ട് ഇട്ട് അവന്മാർ പട്ടച്ചു അങ്ങോട്ട് പോയി. അപ്പോൾ ഇതുപോലെ പുല്ലൊക്കെ ചെത്തിയിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റുന്നെങ്കിൽ അപ്പം തന്നെ വെക്കുക. ഇതിപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂട്ടോ, നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ചാളേ പുറത്തായിരുന്നു. ഞാൻ ഒരു 10-15 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ പറമ്പിലെ പണിയെടുക്കുന്ന വീഡിയോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പറമ്പിലെ വീഡിയോ, അതുപോലെ തന്നെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇങ്ങനത്തെ വീഡിയോകൾ കാണുമ്പോഴാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഈവൺ നമ്മൾ ന്യൂസ് കാണുമ്പോൾ വരെ നമുക്ക് എന്തൊരു സന്തോഷം. ന്യൂസ് അറിയാം, അതിനുപരി നമ്മുടെ നാട് ഇങ്ങനെ കാണാം. ന്യൂസ് കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഉള്ള ജോലിക്കും കളഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പറമ്പിലേക്ക് കയറി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അതിൻ്റെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്കതും തിരിച്ചു പോകും. നമ്മൾ എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് എത്ര വയസ്സങ്കലത്തായാലും നമുക്കൊരു സെറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ നടക്കുള്ളൂ നമ്മുടെ പറമ്പിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്പൻ തിരിച്ചു വന്നിട്ട് ചെമ്പന് മീനിൻ്റെ തലയ്ക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മീനിൻ്റെ തലയല്ല, മീൻകാരെ ഇടയ്ക്ക് ഓരോ മീനിട്ട് കൊടുക്കും. ആ മീനൊക്കെ അടിച്ച് വന്നിട്ട് നമ്മുടെ ചെമ്പായി ഇവിടെ വന്നിരിപ്പുണ്ട്. നല്ല സ്നേഹമുള്ള പൂച്ചാണ്. ഇവനേക്കാൾ സ്നേഹം കറുപ്പനാണ്. കറുപ്പായിക്കാണ് കുറച്ചും കൂടി സ്നേഹം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പുല്ലിച്ചത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മുടെ കുറച്ച് ജാതി മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജാതിയുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. കുറച്ച് ഇതിൽ ആൺജാതികളും അങ്ങനെ ബെഡ് ചെയ്യാത്ത ജാതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പറമ്പിൽ കുറച്ച് തണലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കട്ട കൂട്ടിയാണ് നമ്മൾ ജാതിക്ക് വെച്ചിരുന്നത്. എന്നാലും കുറച്ച് ജാതികളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് ജാതിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു, ബൈ.